ക്രിസ്റ്റഫർ നോളൻ്റെ 13ാമത്തെ ഫീച്ചർ ഫിലിമാണ്. ഐ തിങ്ക് എപ്പിക് ഈസ് എൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദിസ് ഫിലിം. അത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ അങ്ങേയറ്റം ചെയ്തു വെക്കുന്ന സിനിമകളാണല്ലോ. ഈസ് എ മാവറിക് ഫിലിം മേക്കർ. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളും നമ്മളിലേക്ക് എത്തിച്ച് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു സംവിധായകനാണ്, ഒരു ചലച്ചിത്രകാരനാണ് അദ്ദേഹം. ഫിലിം മേക്കർ, ലിറ്ററലി ഫിലിം മേക്കറാണ്. ഫിലിമിലാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഫിലിം മേക്കർ എൻ്റെ ഫേവറേറ്റാണ് ക്രിസ്റ്റഫർ നോളൻ. റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ ഓപ്പൺഹൈമർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പേർക്കത് അതിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. കുറച്ച് ലാഗിങ് ആണ് എന്നൊക്കെയുള്ളൊരു ഇതതിലുണ്ട്. ഭയങ്കര ക്ലാസ് പടമായിരുന്നു അത്. അതിൽ കുറച്ച് സയൻറ്റിഫിക് കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആ ഒരു പോർഷനൊക്കെ എനിക്കും ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരാൾക്കും പേഴ്സണലി ഭയങ്കര സയൻസും കാര്യങ്ങളും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരാളുടെ ഓരോ ടേസ്റ്റാണ്. നമ്മളൊരിക്കലും ഒരു സിനിമ ഒരാളുടെ ഒരു ഇതല്ല, ഒരാൾ നോക്കിക്കാണുന്നത് എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ്. പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് തന്നെയാണ്. അതായത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഭവമുണ്ട്. പലർക്കും പല സിനിമകളും പല തരത്തിൽ, പല ഇമോഷൻസും പലർക്കും കണക്റ്റ് ആകുന്നത് പലതരത്തിലാണ്. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് വേറൊരു കാര്യം. അപ്പോൾ ഒഡീസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ നമ്മൾ ആ വേൾഡിലേക്ക് ഇന്നാവുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ. എൻഗേജിങ് ആണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്. നമ്മൾ ആ ലോകത്ത്, അവരുടെ ആ യാത്രയിൽ നമ്മളും, ആ ജേണിയിൽ നമ്മളും അങ്ങ് പോയി ചേരുവാണ്. അതാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം ഭയങ്കര ബ്രില്യൻ്റ്ലി ഒരു കുറേ സീക്വൻസുകളുണ്ട്, കുറേ സൈലൻസ് ഉണ്ട്. നമുക്കറിയാം ഓപ്പൺഹൈമറിലൊക്കെ ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള സൈലൻസ് കുറേ സിനിമകളിലുണ്ട്. സൈലൻസ് അത്രയും ബ്യൂട്ടിഫുള്ളി യൂസ് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്. സ്പോയിലർ ഇല്ലാണ്ട് പറയുകയാണെങ്കിൽ ഒരു കടലിൻ്റെ ഒരു ഷോട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒരു കപ്പൽ പോകുന്നതാണ്. സബ്ജക്റ്റായിട്ടൊരു കപ്പലാണ്. കപ്പൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു വൈഡാണ്. അതിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അലകൾ ഇങ്ങനെ ഇതായി പോകുന്നൊരു സൗണ്ടും ഒക്കെ കഴിഞ്ഞിട്ടൊരു സൈലൻസ് ഉണ്ട്. AR റഹ്മാനൊക്കെ മുമ്പ് പറഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് സൈലൻസ് ആണെന്നുള്ളത്. ഇപ്പോൾ സുഷിൻ ശ്യാമും ഏതൊരു റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൈലൻസിൻ്റെ ഒരു എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അത് നന്നായി അറിയുന്ന, അതെവിടെ എങ്ങനെ നമുക്കത് തരണം എന്നുള്ളത് കൃത്യമായി അറിയുന്നൊരു ഫിലിം മേക്കറാണ് ക്രിസ്റ്റഫർ നോളൻ. ഐ തിങ്ക് അതൊരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കുറേ ഫിലിം മേക്കേഴ്സ് ഉണ്ട് അങ്ങനെ, പക്ഷെ എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഒരു സൈലൻസ്, നമുക്ക് തരുന്നൊരു സൈലൻസ് ഭയങ്കര, നമുക്ക് അങ്ങനെ തന്നെ ഭയങ്കര ഒരു ഫീലാണത്. അപ്പോൾ ഈ ഒരു കടലിൻ്റെ അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമകളിൽ സൗണ്ട് ഡിസൈനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചോ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെ ഹോൾ മേക്കിങ്ങിനെ കുറിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒന്നും സിനിമകളിൽ ആ തരത്തിലൊന്നും അഭിപ്രായം പറയാനൊന്നുമുള്ള ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയൊന്നും ഉള്ള ഒരാളെന്നല്ല ഞാൻ. പക്ഷേ പേഴ്സണലി തോന്നിയതാണ്, ഇതിൽ കുറേ സംഘർഷങ്ങളുണ്ട്, കുറേ കോൺഫ്ലിക്റ്റുകളുണ്ട്. അപ്പോൾ ഇവരുടെ യാത്രയിൽ, കപ്പലിലൊക്കെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നൊരു സംഭവമൊക്കെയാണ്. ഒഡീസി വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കാം, അല്ലെങ്കിൽ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു കരയിൽ ഇവരെത്തുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേക വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ആ ഒരു കുറേ അങ്ങനത്തെ കുറേ
പ്രതിബന്ധങ്ങൾ കടന്നിട്ടാണ് ഇവരുടെ യാത്ര. കുറേ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് വഴി നീളെ. അപ്പോൾ പർട്ടിക്കുലർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവർ അങ്ങനൊരു സീക്വൻസ് ഉണ്ട്. എനിക്ക് അവിടെ മൊത്തത്തിൽ കണ്ടപ്പോൾ അവിടെ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള എന്തെങ്കിലും പസിൽ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും സോൾവ് ചെയ്യുന്ന രീതിയിലൊക്കെ അത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വേറെ രീതിയിലാവില്ല എന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്തു. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതാണ്. അത് പടത്തിലങ്ങനെ വൺ ഓഫ് ദ ബെസ്റ്റ് സീനായിരുന്നു അത്. പക്ഷേ എനിക്ക് പേഴ്സണലി ആ ഒരു സീക്വൻസ് അങ്ങനെ ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഡീസിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടില്ല. ഒഡീസിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ അത് കുറച്ചും കൂടി ഒരു ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ അതിനെ നോക്കി കാണാമല്ലോ എന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കാണണം. ഐമാക്സിൽ കാണാൻ പറ്റുന്നൊരു പരമാവധി ഐമാക്സിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലാത്തൊരു അടുത്തുള്ള തിയേറ്റേഴ്സിലൊക്കെ പോയി കാണുക. ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും മിസ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ളത്. താങ്ക് യു.